ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് അഴീക്കലാട്ടോ. നമ്മളെ കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. പുള്ളിക്കാരൻ ഇന്നലെ വിദേശത്തു നിന്ന് വന്നു, 2-3 ദിവസം ലീവിന് വന്നു കേട്ടോ. അപ്പോൾ അവനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി, ഇപ്പോൾ 4-5 മണിയായി. അപ്പോൾ അവനൊന്ന് കാണണം പോയിട്ട്. അപ്പോൾ അവനെ കാണാൻ പോകുന്ന പോക്കിൽ ഒരു വീഡിയോ ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷം സൂര്യാസ്തമയം ഉണ്ടാവില്ലേ, അന്നേരം അതും ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാം. മെയിനായിട്ട് അതല്ല, നമ്മളെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളെ ഉദ്ദേശം. അപ്പോൾ അവൻ ഒരു 6 മണിക്ക് ശേഷം അവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൻ ഇന്നലെ വന്നതിനത്രല്ലേ, അപ്പോൾ അവൻ നമ്മൾ ബുദ്ധിമുട്ടിക്കൽ അധികം മോശമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളെന്ന് വിട്ടതാട്ടോ. അപ്പോൾ ഒരു തിരക്കില്ലാതൊരു സ്ഥലമാണ് ആ റോഡ് തന്നെ. അഴീക്കൽ റോഡ് ഒരു തിരക്കില്ലാത്ത റോഡാണ്, നല്ല റോഡുമാണ്. അപ്പോൾ വൈകുന്നേരം നല്ലൊരു സുഖമാണ് യാത്ര ചെയ്യാൻ. നമുക്ക് പറ്റുമെങ്കിലൊന്ന് കടലെല്ലാം പോയി കണ്ട് നമുക്ക് അങ്ങനെയല്ലേ വരാൻ പറ്റും. എപ്പം ജോലി തിരക്കും കാര്യമില്ലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ബ്ലോഗ് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. ഇല്ല, നിങ്ങൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ഇവിടുന്ന് റൈറ്റിലൊക്കെ പോകണം കേട്ടോ. ഇവിടെ പോകുമ്പോൾ ബ്ലോക്കാണല്ലോ. ഇവിടെ നല്ല മീനെല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മീനെ പിടിക്കുന്ന സ്ഥലമല്ലേ, തീരപ്രദേശമല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല മീനെല്ലാം ഉണ്ടാവും. നല്ല ഫ്രഷ് മീനായിരിക്കും ഇവിടെ. നോക്കാം, ഞാൻ നോക്കിയിട്ട് മേടിക്കണം. എല്ലാം നടക്കില്ല, പറ്റുമെങ്കിൽ ഒന്ന് മേടിക്കാം. ആകുമ്പോൾ തിരക്കാന്നല്ലോ. അപ്പോൾ എല്ലാവരും ജോലിയും കഴിഞ്ഞ് വരുന്ന തിരക്കിലാണ്. നമ്മൾ അഴീക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയ അവൻ്റെ വീടെത്തി. പക്ഷെ അവനെ വീട്ടിൽ പോകുമ്പോൾ അവനെ വീഡിയോ എടുക്കുന്നത് മോശമല്ലേ. അവനത് അതിന് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അവനത് വീഡിയോയിൽ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞൊരു മോശമല്ലേ. സപ്പോർട്ട് ചെയ്യും, പക്ഷേ എൻ്റെ വീഡിയോയിൽ കാണാറുണ്ട്. പക്ഷേ അവന് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ വലിയൊരു മടിയിലുള്ള കേട്ടോ. ചിലർക്ക് അങ്ങനെയാണല്ലോ, ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഒരു മടിയല്ലേ. ചില ആൾ ഫോട്ടോ തന്നെ എടുക്കില്ല. അതുകൊണ്ട് ഓൻ അത്രയും ബുദ്ധിമുട്ടിക്കണ്ട. എൻ്റെ വീഡിയോയിലും കാണാറുണ്ടെന്നാണ് അവൻ പറഞ്ഞത്.
അപ്പോഴെന്താ പറയാ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ് നല്ല നല്ല വീഡിയോ ഞാൻ ചെയ്യുക പരമാവധി. നമ്മളെ ജോലി ഇത് നോക്കണ്ടേ, നമ്മളെ യൂട്യൂബ് മാത്രമല്ലല്ലോ നമ്മളെ ലക്ഷ്യം. അതുകൊണ്ട് പരമാവധി ഓരോരോ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പോകുന്ന ഇതിനായിട്ട് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് പോയില്ല. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ ഇങ്ങനത്തെ ഓരോരോ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുന്നുട്ടോ. അല്ലാതെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ഒന്നാ ടൈമും കിട്ടാറില്ല. എന്താ പറയുക, അപ്പോൾ ഞാനൊരു യാത്ര എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് ലക്ഷ്യം വെച്ചിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് ആ സ്ഥലങ്ങൾ ഒന്ന് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ജോലി ചെയ്യേണ്ടൊന്നും നടക്കില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടാ. ഇത് കുറച്ച് മുന്നോട്ട് പോയാൽ ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ്റെ വീട് എത്തി. ഈ വെളുത്തോത്ത് കാണുന്നവൻ്റെ ബസ് സ്റ്റാൻഡ് കേട്ടോ, നമ്മളെ അഴീക്കൽ ബസ് സ്റ്റാൻഡ്. അത് ഒരു പഴയൊരു ബിൽഡിംഗ് ഉണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ കുറച്ച് അപ്പുറമാണ് അവൻ്റെ വീട്. അപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.